1.5 മാസത്തിനിടെ നമ്മുടെ വി ഡി സതീശൻ സർക്കാരിന് കിട്ടിയത് ഏതാണ്ട് 4.5 ലക്ഷത്തോളം പരാതികളാണ് അല്ലെ? ഇതെല്ലാം പരിഹരിക്കാൻ കഴിയുമെന്ന് മാമിന് തോന്നുന്നുണ്ടോ? കാരണം മുൻകാല അനുഭവങ്ങളുണ്ടല്ലോ. മുൻകാലത്ത് ഭരിച്ചിരുന്ന CPM ആണ്. അത് ഒരു സ്വർഗരാജ്യമായിരുന്നു. സ്വർഗരാജ്യത്ത് പരാതികൾ ഉണ്ടാവുമോ? പരാതികൾ പറയുന്ന ആൾക്കാർ ആ മന്ത്രിസഭയെ താറടിച്ച് കാണിക്കുവാൻ വേണ്ടി ചെയ്യുന്നതാണെന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. പ്രതിക്ക് ഓർമ്മയുണ്ട്, ഒരു കറുത്ത ബെൻസ് ബസ് മേടിച്ച് ഈ മുഖ്യമന്ത്രിമാരെല്ലാവരും കൂടെ അങ്ങോളം ഇങ്ങോളം യാത്ര ചെയ്തു. ഇപ്പൊ അത് തുരുമ്പെടുത്ത് കിടക്കുകയാണ്. ആ ബസ്സും ഇല്ല, ഒന്നുമില്ല. അത് ആ സമയത്ത് നവകേരള സദസ്സ് എന്തായിരുന്നു അതിന്റെ പേര്? 6,21,000 പരാതിയായിട്ട് ലഭിച്ചു. അതിന്റെ തുടർ പരാതികൾ കേൾക്കുവാൻ വേണ്ടിയിട്ടുള്ള സദസ്സ് എറണാകുളം രാമവർമ്മ ക്ലബിൽ ഉണ്ടായിരുന്നു. കൗൺസിലർ എന്ന നിലയിൽ ഞാനും പങ്കെടുത്തിരുന്നു. എല്ലാവരും, കുറെ മന്ത്രിമാര്, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ്, തൃപ്പൂണിത്തുറ മുനിസിപ്പാലിറ്റി ചെയർമാൻ, എറണാകുളത്തിന്റെ മേയർ, എല്ലാവരും ഉണ്ടായിരുന്നു. അവിടെ തെരഞ്ഞെടുത്ത 2-3 പേര് വന്ന് വേദിയിൽ അവരിത് കൊടുത്തു എന്നല്ലാണ്ട് ആൾക്കാർ ക്യൂ നിൽക്കുമായിരുന്നു. കേൾക്കാൻ സമയമില്ല. ഫോട്ടോഷൂട്ട് ആയിരുന്നല്ലോ. നമുക്കറിയാമല്ലോ, മുഖ്യമന്ത്രിയുടെ തല എന്റെ ഫിഗർ, എന്റെ തല എന്റെ ഫിഗർ, അങ്ങനെ മാത്രം. അല്ലാണ്ട് ആ പാർട്ടിയിൽ വേറെ ആൾക്കാരില്ല, ആ പാർട്ടിയിൽ നേതാക്കന്മാരില്ല, പാർട്ടിയിൽ മന്ത്രിമാരില്ല, എന്തിനും ജനങ്ങൾ പോലും ഇല്ല. എന്റെ ഫിഗർ, എന്റെ തല, അത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ നേരിട്ട് കണ്ടതാണ്. കൗൺസിലർ എന്ന നിലയിൽ എങ്ങനെയാണ് ഈ പരാതികൾ പരിഹരിക്കുന്നത്, ഒന്നും നടന്നിട്ടില്ല. ആകപ്പാടെ 46,000 പരാതികൾ എന്തോ പരിഹരിച്ചിട്ടുള്ളൂ എന്നാണ് നമ്മൾ അറിയുന്നത്, അല്ലെ? ഈ 6.5 ലക്ഷത്തോളം പരാതികൾ ലഭിച്ചതിൽ നിന്നും. പലപ്പോഴും നമ്മൾ വാർത്തകളും കണ്ടിരുന്നു, ഏതാണ്ട് പരാതിയുടെ കെട്ടുകളൊക്കെ പണ്ടിലായിട്ട് ഇവർ കെട്ടിവെക്കുമല്ലോ, ഇതെല്ലാം പൊതുനിരത്തിൽ കിടക്കുന്നതായിട്ടൊക്കെ ഉള്ള വാർത്തകൾ ആ സമയത്ത് വന്നിട്ടുണ്ട്. ഓരോ ഫയലും ഓരോ ജീവിതമാണ്. അത് മറന്ന് ഉദ്യോഗസ്ഥരാണ് പ്രവർത്തിച്ചത്, മന്ത്രിമാരല്ല, പിണറായി അല്ല. ആ ഉദ്യോഗസ്ഥന്മാർ കൃത്യവിലോപം നടത്തി എന്നാണ് മുഖ്യമന്ത്രി പറയുന്നത്. അല്ലാണ്ട് അദ്ദേഹം അറിഞ്ഞിട്ടില്ല. അദ്ദേഹം ജീവൻ രക്ഷാ പ്രവർത്തനത്തിൽ വളരെ താല്പര്യനായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന അവസരത്തിൽ അദ്ദേഹം ഈ കെട്ടുകളെടുത്ത് പുറത്തേക്ക് വലിച്ചെറിയുന്നത്, ആ അദ്ദേഹത്തിന്റെ വണ്ടി പോകുമ്പോൾ തന്നെ അത് വലിച്ചെറിയപ്പെടുന്നുണ്ട്, ചവിട്ടുകുറ്റയിലേക്ക് വീഴുന്നുണ്ട്. ഇതൊന്നും അദ്ദേഹം ശ്രദ്ധിക്കുന്നില്ല. ഇപ്പൊ പുതിയ ഗവൺമെന്റ് വന്നതിന് ശേഷം കുറേ പഴയ കാര്യങ്ങൾ അവർ പുറത്തേക്കെടുത്ത് അതിനെ ഒരു തീർപ്പാക്കണം എന്ന് വിചാരിച്ച് പ്രവർത്തിക്കുന്ന സാഹചര്യത്തിലാണ് ജനങ്ങൾ ഒരു താല്പര്യത്തോടെ മുന്നോട്ട് വന്നിരിക്കുന്നത്. പണ്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പൊ അവിടെ കൊടുത്തേക്ക്, ക്ലർക്കിന്റെ അടുത്ത് കൊടുത്തേക്ക്, ഞാൻ കണ്ടിട്ടുണ്ട്. ക്ലർക്കിന്റെ അടുത്ത് കൊടുത്തേക്ക്, ക്ലർക്കിനാണെങ്കിൽ ഈ ഫയലിൽ നിന്ന് പൊക്കാൻ സമയമില്ല. കാരണം അവര് പലരും തന്നെ ട്രെയിനിൽ വരുന്നു, 5 മണിക്കത്തുള്ള ട്രെയിനിന് പോകണം, അതിനിടയ്ക്ക് ഉള്ള ടെൻഷനാണ്. 4:15 ആകുമ്പോൾ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളെ പോലെ ബാഗും പിടിച്ചോണ്ടിരിക്കുകയാണ്. പോണ്ട് എല്ലാം പാക്ക് ചെയ്ത് വെച്ച് റെഡി ആയിട്ടിരിക്കുകയാണ്. വന്നു കഴിഞ്ഞ് ചായ കുടിച്ച് സെറ്റിൽ ഡൗൺ ചെയ്യുമ്പോൾ തന്നെ 11 മണിയാവും. പിന്നെ 1 മണിക്ക് ലഞ്ച് ബ്രേക്ക്, അതിനിടയ്ക്ക് അവരുടെ യൂണിയൻ പ്രവർത്തനം എല്ലാം നടത്തണമല്ലോ ഈ ചെറിയ സമയത്തിനുള്ളിൽ. അപ്പോ ഇവരടുത്ത് പറയും താഴെ കൊടുത്തേക്ക് ക്ലർക്കിന്റെ അടുത്തുനിന്ന്. ക്ലർക്കാണെങ്കിൽ ഞാൻ തല പൊക്കി എന്താന്ന് പോലും കേൾക്കാണ്ട് നമ്മളെന്തെങ്കിലും പറയാൻ ശ്രമിക്കുകയാണെങ്കിൽ ആ ശരി ഞാൻ നോക്കിക്കോളാം. അവരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, ബിക്കോസ് ദേ ആർ സോ ബിസി. അത് കയ്യിൽ മേടിച്ച് കിട്ടുവാണെങ്കിൽ ചിലപ്പോൾ ഏതെങ്കിലും ഫയൽ അടിക്കണമെങ്കിൽ അതിൻ്റെ ഉള്ളിൽ വെക്കുക, ഏത് ഫയലിൽ വെച്ചു എന്ന് പോലും പിന്നെ അറിയുന്നില്ല. പിന്നെ വേണമെങ്കിൽ ചിലപ്പോൾ കുട്ടയിലേക്ക് ഇടും. ഒരു കേസ് സ്മാർട്ട് ഉണ്ട് കേട്ടോ. ആ കേസ് സ്മാർട്ടിൽ നമ്മൾ അപ്ലോഡ് ചെയ്താൽ അത് അവിടെ കിടക്കും, നമ്മൾ കൊടുത്തു എന്നുള്ളതിനൊരു തെളിവായി. അല്ലെങ്കിൽ നമ്മൾ അതും അറിയുന്നില്ല, കൊടുത്തോ ഇല്ലയോ എന്നൊന്നും നമുക്ക് രജിസ്റ്റർ ചെയ്തൊന്നും നമുക്ക് തരുന്നില്ലല്ലോ. അതിനുള്ള അത്രയും ക്യൂ ആണ്. അപ്പോൾ താഴെയുള്ള ആൾക്കാരുടെ കൊടുത്തിരുന്നേ അത് പലപ്പോഴും വകുപ്പ് മേധാവിയുടെ അടുത്തോ അല്ലെങ്കിൽ കൺസേൺഡ് ഡിപ്പാർട്ട്മെന്റ് ഹെഡ്സിന്റെ അടുത്തോ മന്ത്രിമാരടുത്തൊന്നും എത്തുന്ന പ്രശ്നം അവർ പി എടുത്ത് പോലും എത്തുന്നുണ്ടെന്ന് നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല. ആ സാഹചര്യത്തിലാണ് ഇപ്പോൾ വന്നിരിക്കുന്ന മിനിസ്ട്രിയിൽ എല്ലാ മന്ത്രിമാരും ആക്സസിബിൾ ആവുന്നത്. അവരുടെ ഓഫീസുകൾ തുറന്നു വെച്ചിരിക്കുന്നു, ജനങ്ങൾക്ക് ആവശ്യമുള്ള പരാതികൾ അവിടെ കൊണ്ടു കൊടുക്കാമെന്ന് പറയുന്നു. അതുപോലെ 100 ദിവസ കർമ്മ പദ്ധതി പ്ലാൻ ചെയ്യുന്നുണ്ട്. അതിൽ ഓരോ മന്ത്രിമാർക്കും എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, അവരുടെ പരിധിയിൽ എന്തൊക്കെ വരും, എന്തൊക്കെ പരാതികൾ, അത് ക്രോഡീകരിക്കാമല്ലോ. ഇപ്പൊ ഇത്രയും പരാതികൾ, 4 ലക്ഷത്തിൽ പരം പരാതികൾ വി ഡി സതീശൻ മന്ത്രിസഭ ചാർജ് എടുത്ത് 2 മാസത്തിനുള്ളിൽ തന്നെ ലഭിച്ചു കഴിഞ്ഞു. അത് ക്രോഡീകരിക്കാം. ഇന്നിന്ന ഡിപ്പാർട്ട്മെന്റിലേക്ക്, ഇന്നിന്ന മന്ത്രിസഭയുടെ താഴെ 50,000 പരാതി, ഇന്ന മന്ത്രിസഭയുടെ താഴെ 10,000 പദ്ധതി, അല്ല 10,000 പരാതി, അങ്ങനെ അവർക്ക് ക്രോഡീകരിച്ച് വെച്ച് കഴിഞ്ഞാൽ എളുപ്പമുണ്ട്. ഇത് മുഴുവനും സോർട്ട് ചെയ്യാൻ കുറച്ച് സമയം എടുക്കാം. വേണമെങ്കിൽ ധാരാളം കുട്ടികൾ ഇവിടെ ജോലി ഇല്ലാണ്ട് നടക്കുന്നില്ല, അവർക്കൊരു ഇന്റേൺഷിപ്പുമായി അങ്ങനെ ആക്കുകയാണെങ്കിൽ, ശരിക്കും പറയുകയാണെങ്കിൽ ഇത്രയൊന്നും പരാതികൾ ഉണ്ടാവേണ്ട ആവശ്യമില്ല. പല പരാതികളും ഒന്നായിരിക്കും.
ഉം. അടുത്തടുത്ത വീട്ടുകാരുടെ പ്രശ്നങ്ങൾ, ഇവിടെ ലൈറ്റ് കറക്റ്റ് ആയിട്ട് കത്തുന്നില്ല, അല്ലെങ്കിൽ ഇവിടെ വെള്ളം കിട്ടുന്നില്ല എന്നൊക്കെ ഉള്ളത് ഒരു ഏരിയ എടുക്കുകയാണെങ്കിൽ കോമൺ ആയിട്ടുള്ള പരാതികളായിരിക്കും. അത് കോമൺ ആയിട്ട് പരിഹരിച്ചാൽ മതി. എനിക്ക് തോന്നുന്നു ഉം. PSCയുടെ പരാതിയാണ് അതെ, അതിലേക്ക് ഏറ്റവും ഞാൻ വരാം. അധികം. അതിലേക്കാണ് ഞാൻ ഉം. വരാനിരിക്കുന്നത്. PSCയുടെ പരാതികൾ ഇനി PSCക്ക് കൊടുക്കൂല. അവര് തന്നെ അത് പരിഹാരം കാണണ്ടെന്നൊരു നല്ല തീരുമാനം കൂടെ VD സതീശൻ എടുത്തിട്ടുണ്ട്. പറഞ്ഞതാ, ഞാനും ഒരു വലിയ സ്പോർട്സ് ആയിരുന്നില്ലെങ്കിലും എന്നെ പണ്ട് കഴിയുന്ന പോലെ ഒരു സ്പോർട്സറായിരുന്നു കോളേജ് ജീവിതത്തിൽ. അത് കഴിഞ്ഞ് ഇപ്പോഴും വെറ്ററൻസ് ഉം. കളിക്കുന്നുണ്ട്. അവരൊക്കെ മുട്ടുകാലിൽ എഴയുക എന്ന് പറഞ്ഞൊരു ജോലിക്ക് വേണ്ടിയിട്ട്, ഓ, അതിൽ കൂടുതൽ നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല. വെയിലത്തും മഴയത്തും ഇപ്പം മഴ ഉം. പെയ്തോണ്ടിരിക്കുക പുറകില്, നമ്മളിവിടെ സുഖമായിട്ടിരിക്കുകയാണ്. പക്ഷെ ആ കുട്ടികൾ ആ സമയത്ത് മഴയത്തും പ്രാക്ടീസ് ചെയ്യും. അതെ. കാരണം ആ ഈവന്റ് ഉള്ള സമയത്ത് മഴയുണ്ടോ വെയിലുണ്ടോ എന്ന് അറിയില്ലല്ലോ. അറിയില്ല. അപ്പൊ ബാസ്കറ്റ്ബോൾ ഔട്ട്ഡോർ ഗെയിംസിൽ എല്ലാവരും മഴയാണെങ്കിലും വെയിലാണെങ്കിലും ആ സമയത്ത് കൃത്യമായിട്ടും പ്രാക്ടീസിനാണെങ്കിൽ, അങ്ങനെ രാജ്യത്തിന് വേണ്ടിയും സംസ്ഥാനത്തിന് വേണ്ടിയും മെഡല് തൂക്കി വരുമ്പോ റെയിൽവേ സ്റ്റേഷനിൽ പോയി ഒരു സ്വീകരണം, ഒരു ബൊക്കയുടെ ഉം. ചെലവേ ഉള്ളൂ. ചിലപ്പോൾ ഇവർക്ക് തോന്നുകയാണെങ്കിൽ ഒരു 50,000 രൂപയോ 1,00,000 രൂപയൊക്കെ കൊടുത്താലായി. കൊടുക്കുന്നു പറയും. പക്ഷെ അങ്ങനെയല്ലല്ലോ, അവരുടെ ജീവിതം സെറ്റിൽഡ് ആയി എന്ന് ഉറപ്പായാൽ മാത്രമേ ഇനിയും കുട്ടികൾ മുന്നോട്ട് വരികയുള്ളൂ. അതെ. അല്ലെങ്കിൽ അവരുടെ അച്ഛനമ്മമാർ തന്നെ പറയും, എന്തിനാ കൂട്ടാ, പഠിക്ക്, അതെ. ഉം, പഠിച്ച് പഠിച്ച് വല്ല ജോലിയും പഠിച്ച് വാങ്ങും. വല്ല ജോലിയും വാങ്ങും എന്ന് പറയും. അതും കിട്ടൂല, അതും PSCയിൽ തപ്പിത്തടഞ്ഞ് നിൽക്കുകയാണ്. ഇപ്പൊ ഉം. നമ്മുടെ PSCയുടെ പല അപ്പോയിന്റ്മെന്റ്സും ബാക്ക്ഡോർ അപ്പോയിന്റ്മെന്റ്സിനെ അപ്പോയിന്റ്മെന്റ്സ് കുറിച്ച് ആണ്. നമ്മൾ അറിയുന്നുണ്ട്. അപ്പൊ PSCയുടെ റാങ്ക് ലിസ്റ്റ് എന്ന് പറയുന്നത് ഇപ്പൊ സതീശൻ വന്ന ഉടനെ തന്നെ ഉം. കുറെ കുട്ടികൾ അവരുടെ റാങ്ക് ലിസ്റ്റ് കഴിയാറായി, അതിനൊന്ന് എക്സ്റ്റൻഷൻ വേണമെന്നൊക്കെ പറഞ്ഞ് സമീപിച്ചിട്ടുണ്ടായിരുന്നു. ഉം. കൃത്യമായിട്ട് വേക്കൻസികൾ ആദ്യം കണ്ടുപിടിക്കണം. വേക്കൻസികൾ കണ്ടുപിടിക്കുന്നില്ല എന്നത് വലിയൊരു പ്രശ്നം തന്നെയാണ്. ഏതൊക്കെ ഡിപ്പാർട്ട്മെന്റിൽ എന്തൊക്കെ വേക്കൻസികളുണ്ട് എന്ന് ഉം. കണ്ടുപിടിച്ച് ഷോർട്ട് ലിസ്റ്റ് ചെയ്യാൻ ഇങ്ങനെ കാലഹരണപ്പെട്ടു പോകേണ്ട കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അതെ. ആവശ്യമുള്ള ഇപ്പൊ 100 വേക്കൻസി ഉണ്ട്, അതിനുള്ള പരീക്ഷ നടത്തി അതിനെ വെച്ചു. അതിൽ തന്നെ വരുമല്ലോ, ഓരോ കമ്മ്യൂണിറ്റി കോട്ട വരും, SC ഉം. കോട്ട വരും, OBC, അങ്ങനത്തെ കാര്യങ്ങളും കൃത്യമായിട്ട് ഫില്ല് ചെയ്ത് പോകുന്നില്ല. ഉം. അതും ഒരു പ്രശ്നമുണ്ട്. അപ്പൊ ഇങ്ങനെ ഓരോ കോട്ടയിൽ സ്പോർട്സ് കോട്ട, അല്ലെങ്കിൽ അംഗപരിമിതർക്കുള്ള കോട്ട, അങ്ങനത്തെ ബ്ലൈൻഡ്സ് ആയിട്ടുള്ള ആൾക്കാരുടെ കോട്ട, അതൊക്കെ ചെയ്തു പോവുകയാണെങ്കിൽ തന്നെ PSCക്കെതിരെ ഇത്രയധികം കംപ്ലൈന്റ്സ് വരില്ല. PSCയിലെ 21 അംഗങ്ങൾ അറിയാമോ? അതെ. ഏറ്റവും അവർക്കുള്ള അധികം ചെലവ് നമുക്കാണ്. അത് UPSC പോലും അത്രയില്ല. അതെ. 7 പേരേ ഉള്ളൂ. 7 പേർക്ക് ഇരുന്ന് ഇന്ത്യ മുഴുവൻ ഭരിക്കാമെങ്കിൽ, ഒരു കൊച്ചു കേരളം, ഏറ്റവും കൊച്ചു സംസ്ഥാനങ്ങളിൽ ഒന്നാണ് കേരളം. കേരളം. ആ കേരളത്തിന് 21 പേര് ഭരിക്കണോ? അവരുടെ ചെലവ്, അവരുടെ യാത്രാബറ്റ, അവരുടെ പെൻഷൻ തുടങ്ങിയ എല്ലാ കാര്യങ്ങളും ഈ കൊച്ചു കേരളം തന്നെ, അതായത് നമ്മൾ തന്നെ വഹിക്കണ്ടേ. വഹിക്കണം. നമുക്ക് ജോലി തരാണ്ടിരിക്കാൻ വേണ്ടി കാശ് കൊടുത്ത് കുറച്ച് പേർക്ക് ജോലി കൊടുക്കുന്നു. അപ്പൊ ആ കാര്യവും സതീശൻ പറഞ്ഞിട്ടുണ്ട്. അത് കൃത്യമായിട്ട് ഞാൻ അഡ്രസ്സ് ചെയ്യുന്നു. സതീശൻ പല കാര്യങ്ങളും നന്നായിട്ട് പറയുന്നുണ്ട്. അതുപോലെയൊക്കെ ചെയ്യാനായിട്ട് അദ്ദേഹത്തിന് കഴിയട്ടെ. അദ്ദേഹത്തിന്റെ കൂടെ നിൽക്കുന്നവരും കുറച്ച് പാര വെക്കുന്നതായിട്ട് നമുക്ക് തോന്നുന്നുണ്ടല്ലേ, കൂടെയുള്ള അതെ. മന്ത്രിമാർ. ചിലപ്പോൾ പുതുമോടിയിൽ അദ്ദേഹം അത്യാവശ്യപൂർവ്വം ചില കാര്യങ്ങൾ സഹപ്രവർത്തകരുമായിട്ട് ആലോചിക്കാതെ പ്രഖ്യാപിച്ചിട്ടുണ്ടായിരിക്കും. ഉം. അതൊരു പുതുമോടി എന്ന് പറഞ്ഞ് നമുക്ക് അതിനൊരു ഗ്രേസ് മാർക്ക് കൊടുക്കാം, ഗ്രേസ് ടൈം കൊടുക്കാം. ഉം. അപ്പൊ അതുകൊണ്ട് ഇപ്പൊ നടക്കാൻ പോകുന്ന അദാലത്തുകൾ, ഉം. എന്തിനാണ് ഈ അദാലത്ത് എന്ന് പറഞ്ഞ ആക്കുന്നതെന്ന് അറിയില്ല. അത് ക്ലറിക്കൽ ലെവലിൽ നടന്നു പോകേണ്ട കാര്യങ്ങള്, ഉം. ഉദ്യോഗസ്ഥർ ചെയ്തു പോകേണ്ട കാര്യങ്ങൾ അവര് ചെയ്തു പോവുകയാണെങ്കിൽ ഒരു പ്രശ്നമില്ലാണ്ട് കേരളത്തില് പ്രശ്നരഹിത ഭൂമിയായിട്ട് മാറും. പരശുരാമൻ മഴുവെറിഞ്ഞ് ഈ കേരളക്കര വീണ്ടെടുത്തതുപോലെ നമ്മുടെ VD സതീശനും കേരളക്കരയെ ഒന്ന് പൂർവാധികം ഉഷാറായിട്ട് മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ ഉദ്യോഗസ്ഥർ അവരെ ജോലി ചെയ്താൽ മതി, മന്ത്രിമാർ അവരെ ജോലി ചെയ്താൽ മതി. വിത്തൗട്ട് ഫിയർ ഓർ ഫേവർ എന്ന് പറഞ്ഞിട്ടാണ് പ്രതിജ്ഞ എടുക്കുന്നത്. അത് മാത്രം ചെയ്താൽ മതി, വേറെ ഒന്നും വേണ്ട.